ജിൻഡോ ജോൺ ഇക്കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ പൗരന്മാരുടെ മനുഷ്യരുടെ ജീവന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്റ്റേറ്റിന് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അത് പൊലിഞ്ഞു പോകുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കൂ, ഒന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആന, മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് എന്താ പറയുക, കാട് കയറ്റിയ വനത്തിലേക്ക് തുറന്നു വിട്ട ആന. ഈ ആന ഇവിടെ വന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് ജനവാസ മേഖലയിലെത്തി ആളെ ഉപദ്രവിച്ചതിന് ശേഷം പോവാണ്. അതിനെ ഇതുവരെയും പിടിച്ചിട്ടില്ല. മയക്കുവെടി വെക്കാനുള്ള പ്രവർത്തനം നാളെ നടക്കുമെന്ന് പറയുന്നു. ആ മനുഷ്യരൊക്കെ, ആ ചുറ്റുപാടുള്ള മനുഷ്യരൊക്കെ ഇപ്പോഴും എന്താ പറയുക, തീ വിഴുങ്ങിയ അവസ്ഥയിലാണ്. അതുപോലെ ആശങ്കാകുലരായിരിക്കുകയാണ്. ആരും നാളെ മരിക്കുമെന്ന് ഒരു പിടിയില്ല. എങ്ങനെ വേണമെങ്കിലും മരിക്കാമെന്ന അവസ്ഥയെ ജനങ്ങൾ നേരിടുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല എന്നുള്ളതാണ്. മലയോരത്തെ മനുഷ്യരെ പരിചയമുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഒറ്റപ്പെട്ട സംഭവമേ അല്ല. നിരന്തരമായി ഈ ഭീതിയുടെ കീഴിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും? അല്ല അഭിലാഷേ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് 989 ആളുകൾ വന്യജീവികളുടെ ആക്രമണത്തിൽ കേരളത്തിൽ മരിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രം 4 ആളുകളോളം മരിച്ചിട്ടുണ്ട് ഈ അടുത്ത് തന്നെയായിട്ട്. അപ്പോൾ ഇത് കേരളത്തിലെ വനമേഖലയുള്ള മുഴുവൻ ജില്ലകളിലെയും കർഷക തൊഴിലാളികളും കർഷകരും ബാധിക്കുന്ന, അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതിൽ വന്യജീവി നിയമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മേലെയാണ് ഈ നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മളൊരു സാധാരണ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയാൽ അതിന് ഒരുപാട് കേസുകളും ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ വന്യജീവികൾ അങ്ങോട്ട് ആക്രമിച്ച ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അതിൽ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ജീവിക്കാനുള്ള മൗലിക അവകാശത്തിന്, റൈറ്റ് ടു ലീവ് എന്ന ആർട്ടിക്കിൾ 21 ഉറപ്പ് കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ആ മൗലിക അവകാശമാണ് ഇന്ന് അജിയുടെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആനയായിക്കൊള്ളട്ടെ, ആനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരായിക്കൊള്ളട്ടെ, ആ മനുഷ്യനും ആ മനുഷ്യന്റെ കുടുംബത്തിനും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു. അത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ വർഷം അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 50 കോടി വകയിരുത്തിയ ഒരു സംസ്ഥാനത്തിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റിലും 48.85 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത്? അവിടെ ഡ്രോണിന് ബാറ്ററി ചാർജ് ഇല്ല, പോലീസ് ജീപ്പിന് ഡീസൽ ഇല്ല, അല്ലെങ്കിൽ വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത്? നികുതി പിരിച്ച് ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണോ? അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. ഈ വനമേഖലയിൽ, ഇതിപ്പോ വനമേഖലയോട് അടുത്തൊരു ഭാഗമല്ല, വനമേഖലയോട് അടുത്ത ആളുകളാണെങ്കിൽ പിന്നെയും നമ്മൾ അതിനെ അങ്ങനെ ഒരു ഡിബേറ്റുള്ള ഇഷ്യൂ ആയിട്ട് എടുക്കാം. ഈ നാട്ടിൻപുറങ്ങളിലുള്ള മനുഷ്യർ, അവരുടെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകണ്ടേ, അവർക്ക് പള്ളിയിൽ പോകണ്ടേ, അവർക്ക് പ്രാർത്ഥനാലയങ്ങളിൽ പോകണ്ടേ? അവർ ഏത് സമയത്തും ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെ പേടിച്ചും ഭയപ്പെട്ടും വന്യജീവികളെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത്? അവര് വന്യജീവികൾക്ക് ഇഷ്ടമില്ലാത്ത വിഭാഗങ്ങൾ കൃഷി ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം പുറപ്പെടുവിക്കുന്ന ഒരു സ്റ്റേറ്റിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മനുഷ്യനല്ല ഒരു പരിഗണന കൊടുക്കുന്നത്. ഇവിടെ ഈ രാജ്യത്തെ വന്യജീവി നിയമങ്ങളൊക്കെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമ സംവിധാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ കുറെ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വേണം. ഒട്ടും പരിഷ്കാരങ്ങളില്ലാതെ അപരിഷ്കൃതമായിട്ട് വന്യജീവികൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നടപടികളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ? ശരി.